ജില്ലയിൽ മാവോയിസ്റ്റുകൾ താവളമുറപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് ബുധനാഴ്ച വൈകുന്നേരം തരിയോട് വനത്തിനുള്ളിലെ കരിങ്കണ്ണി കോളനിയിലെത്തിയ സായുധരായ 7-അംഗ സംഘം നൽകുന്നത്. ഒരേ രീതിയിലുള്ള വസ്ത്രധാരണം നടത്തിയെത്തിയ ഇവരുടെ എല്ലാവരുടെയും കൈവശം റൈഫിളിന് പുറമെ റിവോൾവറും ഉണ്ടായിരുന്നതായി കോളനി നിവാസികൾ പറയുന്നു. അടുത്ത് വരുമ്പോഴാണ് തിരിച്ചുകൊണ്ട് വരുന്നത്. അപ്പൊ ഇവർക്ക് ആയുധങ്ങളുണ്ടല്ലോ, അപ്പൊ നമ്മൾ മുഖപരിചയം ആളും ഇല്ലായിരുന്നു. അപ്പൊ മുറ്റത്തെ കയറുമ്പോൾ തന്നെ അയാൾ പറഞ്ഞ് നിങ്ങളാണല്ലോ കേൾക്കാൻ സഖാവും. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്താണ് ഞാൻ ചൂരയുടെ തന്നെ വെച്ച് നിങ്ങളൊന്ന് വരുന്ന ചോദിച്ചു. ഞങ്ങളിങ്ങനെ വനത്തിലുള്ളത്, ഞങ്ങളെക്കുറിച്ച് ഇപ്പം വലിയ ഇതൊന്നുമില്ല, ഞങ്ങൾ മാവോയിസ്റ്റ് തീവ്രവാദികളെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ പോലത്തെ കോളനിക്ക് എതിർത്ത് കോളനിക്കാരെ ഒന്നും ചെയ്യില്ല. നമ്മൾ പുറത്തുള്ള വലിയ വലിയ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്ന ആൾക്കാരെ എതിർക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കാട്ടിലിങ്ങനെ ഒളിത്താവളായി നിൽക്കുന്നത്. വൈകുന്നേരം 5:30 കോളനിയിലെത്തിയ ഇവർ കോളനി നിവാസികളെ ഒരുമിച്ച് കൂട്ടി ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും സർക്കാർ ആനുകൂല്യങ്ങളെക്കുറിച്ചും ചോദിച്ചറിഞ്ഞു. ഒരാൾ മാത്രം മലയാളത്തിൽ സംസാരിക്കുകയും ബാക്കിയുള്ളവർ തങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഷയിലാണ് സംസാരിച്ചതെന്നും കോളനി നിവാസികൾ പറയുന്നു. എല്ലാരും വിളിച്ചു കൂട്ടി ഒരു സ്ഥലത്ത് ഞങ്ങൾക്കൊരു മീറ്റിംഗ് കൂടണമെന്ന് പറഞ്ഞവര് ഞങ്ങളോട്. ഞങ്ങൾ അതുപോലെ അവര് പറഞ്ഞതൊക്കെ ഞങ്ങൾ ചെയ്തു. എന്നിട്ട് ഇവിടെയാണ് വന്നിട്ട് ഇവിടെ മൂപ്പന്റെ വീടാന്ന് പറഞ്ഞപ്പോ ഇവിടേക്ക് വരാൻ പറഞ്ഞു. എല്ലാരും ഇവിടെ കൂട്ടി കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് അവരെല്ലാം പറഞ്ഞിട്ട് അവര് പിന്നെ താഴോട്ട് ഇറങ്ങി വന്നു എന്റെ വീട്ടിലേക്ക്. അവര് പറഞ്ഞ് ഇവരൊക്കെ ഭീഷണിപ്പെടുത്തിന്ന്, അവർക്കുള്ള അരിയൊന്നും കൊടുത്തില്ലെങ്കിൽ എല്ലാരും ചുട്ടുകൊല്ലുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് പോയത്. അവര് അരി കൊണ്ടുപോയി എല്ലാവരും അരിയൊക്കെ കൊടുത്തു, ഉപ്പ് കൊടുത്തു, പിന്നെ ചായപ്പൊടിയൊക്കെ കൊടുത്തു. ചോറിനൊക്കെ ചോദിച്ചു വിശന്നിട്ടാ വന്നേ, ഞങ്ങൾക്ക് ചോറൊക്കെ ഉണ്ടെങ്കിൽ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ചോറൊന്നും വെച്ചിട്ടില്ല, പിന്നെ ചോറ് വെക്കാൻ സമയമൊക്കെ ആവണ്ടേ. ചോറൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കറിയൊന്നും ആയിട്ടില്ല, ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ചോറ് തന്നാൽ മതി, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞങ്ങളോട്. പിന്നെ ചോറൊന്നും കൊടുത്തില്ല, കഞ്ഞിവെള്ളം കൊടുത്തിട്ടാ പോയത്. 2 മണിക്കൂറോളം കോളനിയിൽ ചിലവഴിച്ച ഇവർ ഭക്ഷണത്തിനുള്ള അരിയും മറ്റു സാധനങ്ങളും കോളനിയിൽ നിന്നും ശേഖരിച്ചു. തങ്ങളെപ്പറ്റിയുള്ള വിവരം പുറം ലോകത്തെ അറിയിച്ചാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. CPI മാവോയിസ്റ്റിന്റേതായ ലഘുലേഖകളും പനി, വയറിളക്കം എന്നിവയ്ക്കുള്ള ഗുളികകളും ഇവർ കോളനി നിവാസികൾക്ക് നൽകി. തങ്ങൾ 100ഓളം പേർ ഈ കാട്ടിലുണ്ടെന്നും ഇനിയും വരുമെന്നും തങ്ങളുമായി സഹകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഇവർ 7:30 കോളനിയിൽ നിന്നും കാട്ടിലേക്ക് മറഞ്ഞത്. ഇന്നലെ ഉച്ചയോടെ DYSP സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഫോറസ്റ്റ് സംഘം കോളനിയിലെത്തി തിരച്ചിൽ നടത്തി വൈകുന്നേരത്തോടെ കാടിറങ്ങുകയും ചെയ്തു. ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിലെ 25ഓളം കമാൻഡോകളും സംഘത്തിലുണ്ടായിരുന്നു. മാവോയിസ്റ്റ് സംഘം ജില്ല വിട്ടുപോയെന്ന നിഗമനത്തിലാണ് തിരച്ചിൽ അവസാനിപ്പിച്ചത്. അബ്ദുള്ള പള്ളിയാൽ, ന്യൂസ് ബ്യൂറോ, തരുവണ.